നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. 2014 അവസാനിക്കുന്നു. 2015 പുതിയ പ്രതീക്ഷയുമായി നിക്ഷേപകർ നീങ്ങുന്നു. 2015 വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാണാം. നമുക്ക് പ്രത്യേകിച്ചും പുതിയ ബജറ്റ് വരാനിരിക്കുന്നു. ബജറ്റ് ഇന്ത്യൻ വികസന രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന പൊതുപ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. സ്വാഭാവികമായിട്ടും ഓഹരി വിപണിയും വളരെ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ കാണുന്നത്. നമുക്കറിയാം 2014 വലിയ നിക്ഷേപ നേട്ടം നൽകിയ വർഷമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ വർഷമായിട്ട് 2014 നമുക്ക് വിശേഷിപ്പിക്കാം. സ്വാഭാവികമായിട്ടും അത്തരം വലിയ നേട്ടം വരും വർഷങ്ങളിലും ആവർത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ നിക്ഷേപകർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലക്കം പ്രധാനമായും 2015 സാധ്യതകൾ നമുക്ക് തുടക്കത്തിലെ ചർച്ച ചെയ്യാം. എങ്ങനെ കാണാം 2015 വിപണിയെ? ഒപ്പം തന്നെ നിക്ഷേപകർക്ക് 2015 വേണ്ടി ചില ഓഹരികൾ സജസ്റ്റ് ചെയ്യാവും. 2015 ഡൊമസ്റ്റിക് എക്കണോമിയെ സംബന്ധിച്ച് വളരെ ഷാർപ്പായുള്ള റിക്കവറി പാതയിലാണ്. അത് ഏറ്റവും നല്ല പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നതാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാം. കാരണം എക്കണോമി വളരെ ഷാർപ്പായുള്ള റിക്കവറി സൈൻ കാണിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഡൊമസ്റ്റിക് എക്കണോമി വളരെ ശക്തമായിട്ടുള്ള പാതയിൽ തന്നെയാണ്. അതിൻ്റെ സൈൻ നമ്മൾ കണ്ടു തുടങ്ങുന്നു. അതേ സമയത്ത് തന്നെ ഗ്ലോബൽ ഇഷ്യൂസ് മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യാം. അത് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകാം. അപ്പോൾ 2015 എന്ന് പറയുന്ന മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെയധികം കൂടുതലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച്, അതുകൊണ്ട് ഒരു ബാലൻസ് ഫണ്ട് എപ്പോഴും, ഒരു റിസർവ് ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും കരുതി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഡൊമസ്റ്റിക് എക്കണോമി വളരെ ശക്തമാണ്. അതേ സമയത്ത് തന്നെ FI ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കൂടുതൽ റീറ്റെയിലേഴ്സ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുവഴി വളരെ ശക്തമാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ വോളറ്റിലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈവൻ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് പോലും FIs സെല്ലിംഗ് സൈഡിലാണ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലാണ്. ഒരു പരിധി വരെ വളരെ ഷാർപ്പായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഫോളിനെ ഈ ആഴ്ചയും രക്ഷിച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുകയാണെങ്കിൽ ഈ FI ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റിന് ഒരു പരിധി വരെയെങ്കിലും മാർക്കറ്റിൻ്റെ ഷാർപ്പായിട്ടുള്ള ഫോൾ കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ 2015 ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ തരാനുള്ള ഒരു വർഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ബഡ്ജറ്റ് വരുന്നു, അഭിലാഷ് നേരത്തെ പറഞ്ഞു, ബഡ്ജറ്റ്, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി, ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ വളരെ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പുതിയ ഗവൺമെൻറ് ചാർജ് എടുത്തു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ ഒരു പരിധിവരെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ എക്കണോമിയിൽ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ റിയൽ ഒരു റൈഡിലേക്ക് മാർക്കറ്റ് കടക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഗ്ലോബൽ ഇഷ്യൂസ് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കാണേണ്ടതാണ്. ഓവറോൾ മാർക്കറ്റ് ഒരു ബുൾ റൈഡിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ലാസ്റ്റ് വീക്ക് സംഭവിച്ച പോലെയുള്ള കറക്ഷൻസ് സംഭവിക്കും, വീണ്ടും മാർക്കറ്റിൽ ഉണ്ടാകാം. അതെല്ലാം തന്നെ മാർക്കറ്റിനെ അതൊക്കെ ഓവർകം ചെയ്ത് മാർക്കറ്റ് വളരെ ശക്തമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എല്ലാവരും പ്രധാനമായും ചോദിക്കുക 2015 ബജറ്റ് വർഷം, ഒപ്പം തന്നെ പൊതുവെ നമ്മുടെ എക്കോണമിക്കൊക്കെ അനുകൂലമായ സാഹചര്യം തുടരുന്നു. പുതിയ സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ 2015 നിക്ഷേപത്തിന് അനുയോജ്യം എന്ന രീതിയിൽ നമുക്ക് നൽകാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വർഷവും നൽകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അഭിലാഷ് നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല റിട്ടേൺ നൽകിയ വർഷമാണ്. അതേസമയത്ത് 2008 ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് ഇനിയും അവർ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം 6 വർഷം മാർക്കറ്റിൽ പഴയ ഇൻവെസ്റ്റേഴ്സിന്, അതിന് 2008 ഒരു ബുൾ റൈഡിൽ വന്ന ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ നൽകിയിട്ടില്ല മാർക്കറ്റ്. അവർ കുറച്ചുകൂടെ പേഷ്യൻസ്, അത് ലാസ്റ്റ് ഇയർ 2007-8 ബുൾ റൈഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പ്രോഫിറ്റോടുകൂടി 2015-16-17 എനിക്ക് തോന്നുന്നു നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നൽകുന്നത് പോലെ സെക്ടർ വൈസ് ഒരു 6 സെക്ടർ സെലക്ട് ചെയ്ത് അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഒരു മൾട്ടി ബാഗർ എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റോക്കുകൾ എനിക്ക് അതിന് ശേഷം നൽകാം. കാരണം അതൊരു റിസ്ക് ഉള്ള സ്റ്റോക്ക് ആയിരിക്കാം. റിസ്ക് ഇല്ല, എന്നാലും ഇത് ഞാൻ ആദ്യം പറയുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ, അതിൽ വളരെയധികം വോളറ്റിലിറ്റി ഉണ്ടാകാം. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും, ആ സ്റ്റോക്ക് സെല് ചെയ്യുക, വീണ്ടും ഈ സ്റ്റോക്കിൽ ഫോൾ സംഭവിക്കും. അപ്പോൾ മാർക്കറ്റിൽ ഒരു പരിധിവരെ ആക്റ്റീവായി നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ തീർച്ചയായിട്ടും നന്നായിരിക്കും. ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു സെക്ടർ വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് 2015 സംബന്ധിച്ച് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ 2015 സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് നല്ലൊരു വർഷമായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ വളരെ സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതിൽ ആദ്യമായിട്ട് ഫാർമ സെക്ടറാണ്. ഫാർമ സെക്ടറിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ, അതിൽ ലൂപ്പിൻ, അരബിന്ദോ ഫാർമ, അതുപോലെ തന്നെ സിപ്ല, വളരെ ഫെമിലിയർ ആയിട്ടുള്ള 3 സ്റ്റോക്കുകളാണ്.
ഇത് 3 സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. ഒരു സിംഗിൾ സ്ട്രെച്ചിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഇതിൽ ആദ്യം ലൂപ്പിൻ 1384 ആണ്, അതൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 1300, 1216. അപ്പോൾ ലൂപ്പിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിക്ഷേപകർ ഈ 3 സ്റ്റേജായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 3 സ്റ്റേജും ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏത് ബുൾ റൈഡ് ആണെങ്കിലും മാർക്കറ്റിന് വൺ സൈഡ് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ അരബിന്ദോ ഫാർമയാണ് 1018, അതൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. റുപ്പിയുടെ ഫ്ലക്ച്വേഷൻ തീർച്ചയായിട്ടും ഈ ഫാർമ സെക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫാർമ IT സെക്ടർ, IT-യും ഫാർമയും ഈ വർഷം വളരെയധികം പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന വോളറ്റിലിറ്റി നമ്മൾ എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്യണം. ഒരു 5 to 10 years ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും ഇതിനിടയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം 2015 മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ 900, 789 3 ലെവലാണ് ഈ സ്റ്റോക്ക് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഈ 3 സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ സിപ്ല 600, ദെൻ 500 ആൻഡ് 450 3 സ്റ്റേജാണ്. 600 മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ട് ഫാൾ സംഭവിച്ചാൽ ഫസ്റ്റ് ലെവലിൽ നിന്ന് വീണ്ടും റിക്കവറി സംഭവിക്കാം. ഒരു വേഴ്സ് സിനാരിയോയിലാണ് ഞാൻ പറയുന്നത് 450 ലെവൽ വരെ പോകാം. അതേസമയത്ത് ഒരിക്കലും ഈ 450 വരുന്നത് വരെ ഇൻവെസ്റ്റ്മെൻറ്റിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് വരാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് ഒരു കോഷ്യസ്, ഇപ്പോൾ ഇവിടെ ഈ 1 year 2015 മാർക്കറ്റ് ഒരു 1 year നമ്മളിപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഒരു കോഷ്യസ് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ 3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേള, അതിനുശേഷം 2015 മറ്റ് പ്രധാനപ്പെട്ട സെക്ടറുകൾ കൂടി പരിശോധിക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. 2015 നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സെക്ടറുകൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാങ്കിങ് സെക്ടറാണ് കഴിഞ്ഞ വർഷവും 2014 ശ്രദ്ധേയമായിട്ട് മുന്നേറി. പൊതുവെ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സെക്ടറാണ്. ബാങ്കിങ് സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ്? അതിലുപരി പ്രതീക്ഷയിലുപരി വളരെ ഫെമിലിയർ ആണ് ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ഫെമിലിയർ. ഇപ്പോൾ ആദ്യമായിട്ട് ടേക്ക് ഓവർ നടന്ന ING-യും അതുപോലെ കോട്ടക് മഹീന്ദ്ര. അതിൽ കോട്ടക് മഹീന്ദ്ര വളരെ സേഫായിട്ടുള്ളൊരു ബെറ്റ് തന്നെയാണ്. കോട്ടക് മഹീന്ദ്ര 1190 ആൻഡ് 1030 2 ലെവൽ, ദെൻ 900 വരാനുള്ള സാധ്യത മാർക്കറ്റിൽ വളരെ ഡിസ്ട്രസ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലോബൽ ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രമേ 900 ലെവലിലേക്ക് കോട്ടക് മഹീന്ദ്ര പോകാനുള്ള സാധ്യതയുള്ളൂ. 2 സ്റ്റേജ് ബൈയിൽ 1190, 1030 ലെവൽ. കാരണം ഗ്ലോബൽ ഇഷ്യൂസ് മാർക്കറ്റിൽ ഉണ്ടാകാം. അതനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലും സെൽ ഓഫ് വരാം FISന്റെ വിഡ്രോവൽ കൊണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു 3 സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത്. ദെൻ ഫെഡറൽ ബാങ്ക് ആണ് 132, 118 ആൻഡ് 100 3 സ്റ്റേജ് ആയിട്ട്. ഇപ്പോഴീ 100 അല്ലെങ്കിൽ 118 എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ 148 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നിന്ന് വളരെ താഴെയാണ്. അപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ച് അതിനകത്തൊരു ഫിയർ ഉണ്ടാകും. കാരണം ഇനി ഈ സ്റ്റോക്ക് 100ലേക്ക് പോകുമോ എന്ന്. അങ്ങനെ ഒരു ഫിയറിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും വലിയ സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ 100 ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെഡറൽ ബാങ്ക് ഒരു ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 280, 240 2 സപ്പോർട്ട് ലെവലാണ്. ദെൻ FMCGയിൽ ITC ലാസ്റ്റ് ഫ്രൈഡേ നല്ലൊരു കറക്ഷൻ നേരിട്ടു. ITC വളരെ ഫെമിലിയർ ആണ്, വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതിൽ തന്നെ ഒരു ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്റ്റോക്കാണ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ദെൻ മാരിക്കോ. ഈ 3 സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇതിൽ ITC 340, 305 ആൻഡ് 260 3 സപ്പോർട്ട് ലെവലാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് തേർഡ് സ്റ്റേജ് ബൈ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു വാണിംഗ് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു. കാരണം വളരെ ഫിയർ ഉണ്ടാകും, ആ ഒരു ഫിയർ ഉണ്ടാകും. നോർമലി ബൈങ് പോകാൻ സാധ്യത. ഈവൻ ITC ഈവൻ കറണ്ട് ലെവൽ പോലും ഇന്നത്തെ ഫ്രൈഡേ കറക്ഷൻ പോലും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്നുവെച്ചാൽ അപ്സൈഡ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് മാർക്കറ്റിൽ. അല്ലെങ്കിൽ അത്ര മോശമായിട്ടുള്ള ഗ്ലോബൽ ഇഷ്യൂസ് എന്തെങ്കിലും വരണം. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ പോലെ ഡൊമസ്റ്റിക് ഫണ്ടമെൻ്റൽസ് വളരെ ശക്തമാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് സെൽ ഓഫ് വന്നാലും നല്ല സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ ഷോർട്ട് ടൈം വാല്യുവേഷൻ ഇറോഡ് ചെയ്ത് പോകാം. പക്ഷേ അതിൽ നമ്മൾ പേടിക്കേണ്ട ഫിയറിൻ്റെ ആവശ്യമില്ല. 2015-16 എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർഷം തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് ഓട്ടോ സെക്ടറിൽ ഹീറോ മോട്ടോഴ്സ്, അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് 3 സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ITയിൽ TCS ആൻഡ് KPIT കുമിൻസ്, അതുപോലെ തന്നെ HCL ടെക് 3 സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ NBFCയിൽ IDFC സേഫായിട്ടുള്ളൊരു ബെറ്റ് തന്നെയാണ്. ഈ റൈഡിൽ പോലും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇപ്പോഴും 155 റേഞ്ചിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അഗൈൻ 140, 124 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ പലപ്പോഴും
ഒരു തേർഡ് സ്റ്റേജ് IDFCയുടെ പറയുകയാണെങ്കിൽ 118 ആണ്. ഒരിക്കലും നമുക്ക് വരില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ എത്രയോ ഈ 2014 തന്നെ അതിന് എക്സാമ്പിളാണ്. ഏറ്റവും ലോ മാർക്കറ്റ് കണ്ടു, ഏറ്റവും ഹൈ നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ സ്റ്റോക്കിൻ്റെ ഒക്കെ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എടുത്താലും കോട്ടക് മഹീന്ദ്രയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈയും ലോയും നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് പേഷ്യൻസോട് കൂടി വാച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഒരു ഫിയർ ഉണ്ടാവും. ഏറ്റവും ഒരു ലോവർ ലെവലിൽ ഒരു റേറ്റ് കൊടുക്കുമ്പോൾ ബൈ ചെയ്യാൻ ഒരു ഫിയർ ഉണ്ടാവും. എന്നാലും മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച്, ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപകരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്നൊരു ഷോർട്ട് ടൈം ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഒറ്റ സ്ട്രെച്ചിന് 60% ഇൻവെസ്റ്റ് ചെയ്യാം, സെക്കൻഡ് സ്റ്റേജിൽ 40 and 100% ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് വരുമ്പോൾ ഷോർട്ട് ടൈം ഫണ്ട് ആ ഒരു സെൽ ഓഫ് ഒക്കെ തന്നെ ഷോർട്ട് പീരീഡ് നിലനിൽക്കും. 15 to 20 ഡേയ്സിനുള്ളിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അങ്ങനെ ബാലൻസ് ഫണ്ട് ഉള്ളവരെ സംബന്ധിച്ച് ടോട്ടൽ രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ ഒരു ഷോർട്ട് ടൈം ഫണ്ട് അറേഞ്ച് ചെയ്താൽ മതി. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത്. ഇതൊക്കെ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ് ഇത് തന്നെയാണ്. ദെൻ ഇൻഫ്ര ആൻഡ് സിമെന്റിൽ ഈ വർഷം ഗവൺമെന്റ് സ്പെൻഡിങ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് കൂടുതലായും ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ L&T പോലെയുള്ള സ്റ്റോക്കുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോഴത്തെ റൈഡിലും ഇപ്പോഴും 1500-ലാണ് റോഡ് മാപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ ഗവൺമെന്റ്, പുതിയ ഡിസിഷൻസ്, അങ്ങനെ പുതിയ സ്മാർട്ട് സിറ്റികൾ, പുതിയ സ്പെൻഡിങ് വരാനുള്ള സാധ്യത, റോഡ് ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോൾ L&T ആയിരിക്കും എൻ്റെ ലീഡർ എന്നുള്ള രീതിയിൽ. L&Tയെ മാറ്റി നിർത്താൻ പറ്റില്ല. അതുപോലെ സിമെന്റിൽ നമുക്ക് അൾട്രാടെക് തന്നെ എന്നുവെച്ചാൽ ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള കമ്പനിയാണ് അൾട്രാടെക്. സിമെന്റും L&T ആണ് അതിൽ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്നത്. കാരണം ആ ഒരു സെക്ടറിൽ വളരെയധികം സ്കോപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വാല്യുവേഷനും L&Tയുടെ ഒരു ഡിസ്കൗണ്ട് വാല്യൂല L&T മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് വാച്ചിൽ ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂഡ് വില വലിയ ചാഞ്ചാട്ടം കാണുന്നത് നമ്മൾ 2014 കണ്ടു. 2015 ഒരുപക്ഷെ നൽകിയിരിക്കുന്ന പഠനങ്ങളനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ്. പഴയ അവസ്ഥയിലേക്ക് ക്രൂഡ് ഉടൻ പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ കമ്പനികൾ. അതെ, ഇതിൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ ഇപ്പോഴും ലോവർ വാല്യൂവിൽ ONGC തന്നെയാണ് ഒരു സേഫ് ആയിട്ടുള്ള ബെറ്റ് എന്നുള്ളൊരു വാല്യുവേഷൻ. ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ONGC ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ONGC. 320 to 82 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ പെട്രോനെറ്റ് LNG ആണ് 184 and 145 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ കെയിൻ 210, 168 ഇത് പരിഗണിക്കുമ്പോൾ BPCയിലും HPCയിലൊക്കെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ്. ഇത് ഏറ്റവും ഡിസ്കൗണ്ട് വാല്യൂവിൽ ഈ റൈഡിലൊന്നും ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ആ ഫോൾ ഈ കമ്പനികളെ എഫക്ട് ചെയ്ത കമ്പനികളാണ്. അപ്പോൾ റിക്കവറി വരാൻ തന്നെയാണ് സാധ്യത ക്രൂഡ് ഓയിലൊക്കെ തന്നെ. അങ്ങനെ വരുമ്പോൾ ONGCയും പെട്രോനെറ്റും കെയിനൊക്കെ തന്നെ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിരിക്കും. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് വലിയൊരു റൈഡ് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് BPSലൊക്കെ ഈ കറക്ഷനിലൊക്കെ 630 ലെവലിലാണ്. സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാം. ദെൻ മെറ്റൽ സെക്ടറിൽ അതൊരു ബെറ്റാണ്. മെറ്റൽ ചൈന സ്ലോ ഡൗൺ, ജപ്പാൻ സ്ലോ ഡൗൺ ഒക്കെ തന്നെ മെറ്റൽ സെക്ടർ വലിയൊരു സെൽ ഓഫിൽ തന്നെയാണ്. മാർക്കറ്റ് 8200 അല്ലെങ്കിൽ 8800, 700 വരെ ഹൈ പോയപ്പോഴും പെർഫോം ചെയ്യാത്ത സെക്ടറാണ്. അതിൽ ജിൻഡാലൊക്കെ കോൾ ഇഷ്യൂവിൽ പെട്ട് വളരെ ലോവർ വാല്യൂവിലേക്ക് പോയി. കോളിന്റെ ഓപ്ഷൻ വരുന്നു. ഇപ്പോഴത്തെ വാല്യൂഷൻ ആണെങ്കിൽ വളരെ ലോവർ വാല്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ജിൻഡാൽ സ്റ്റീലാണ് 135, 128 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ 100 ഒരിക്കലും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 140, 35, 128 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ വർഷം നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഹിൻഡാൽകോ ആണ് 136, 118 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ ടാറ്റ സ്റ്റീൽ 380, 310. ഇപ്പോൾ ഏറ്റവും ലോവർ വാല്യൂവിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് മെറ്റൽ സെക്ടർ തന്നെയാണ്. മെറ്റൽ സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തന്നെ ഒരു 2 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. കാരണം പെട്ടെന്ന് മെറ്റൽ സെക്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേ സമയത്ത് ഡൗൺ സൈഡ് റിസ്ക് മെറ്റൽ സെക്ടറിൽ കുറവാണ്. അതുപോലെ തന്നെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറും. വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂവിലാണ്. ഇപ്പോൾ ബാങ്കിങ് എടുക്കുകയാണെങ്കിലും ബാക്കി ഫാർമ, IT സെക്ടറൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അതേ സമയത്ത് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ തന്നെ മെറ്റൽ സെക്ടറൊക്കെ തന്നെ ഇപ്പോഴും ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ 2015 ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കേണ്ട വർഷമാണ്. അതേ സമയത്ത് തന്നെ വളരെ സ്റ്റെബിലിറ്റിയുള്ള ഒരു ഗവൺമെന്റും ഇക്കണോമിയിൽ റിക്കവറിയുടെ പാതയിലാണ്. ഇതൊക്കെ തന്നെ വളരെ നല്ല സൈനാണ്. കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാനുള്ള സാധ്യത 2015 കൂടുതലാണ്. 2007-8 ബുൾറൈഡിൽ ഇൻവെസ്റ്റ് ചെയ്ത പുതുതായി വന്ന നിക്ഷേപകരെ സംബന്ധിച്ച്, നല്ല സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് 2015-16 എന്ന് പറയുന്നത്
ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്ന വർഷങ്ങളായി മാറാനുള്ള സാധ്യതയും അതുപോലെ അവർക്കൊരു എക്സിറ്റ് കിട്ടാനുള്ളൊരു വർഷമായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. 2015 ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള സെക്ടറുകളെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. ഇതല്ലാതെ പുതിയ നിക്ഷേപകർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റു ഓഹരികളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ നിർദ്ദേശിക്കാൻ പറ്റും? തീർച്ചയായും അതൊരു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. മൾട്ടി ബാഗർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഒരു 5 to 10 years അല്ലെങ്കിൽ 15 yearsനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള രീതി പരിഗണിക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റോക്കുകൾ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ NBCC ആണ്. ഇതൊരു ഗവൺമെൻറ് കമ്പനിയാണ്. ഒന്ന് സ്മാർട്ട് സിറ്റികൾ വരുന്നു പുതുതായി, കൺസ്ട്രക്ഷൻ, ഞാൻ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, ആന്ധ്രയുടെ പുതിയ ഡെവലപ്മെൻറ്റൊക്കെ അത് NBCCയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഈ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ തന്നെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ വിയടെക് വബാഗാണ്. അത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണ്, ഒരു മാർക്കറ്റ് ലീഡർ തന്നെയാണ്. ഈ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ സെക്ടറിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഹാവൽസ് ആണ്, നമുക്ക് എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്, അത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ കേരളത്തിൽ നിന്നുള്ള വണ്ടർലയാണ്. വാട്ടർ തീം പാർക്കിൽ ഏക ലിസ്റ്റഡ് കമ്പനിയാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. വണ്ടർല ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ പിഡിലൈറ്റ് ആണ്. അതും മാർക്കറ്റ് ലീഡറാണ്, വളരെ ഫെമിലിയർ ആണ്. അതൊരു മൾട്ടി ബാഗറായി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ദെൻ ബജാജ് ഫൈനാൻസ്, അത് ഹോം അപ്ലയൻസ് ഫിനാൻസിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് വളരെ സ്കോപ്പുള്ള ഒരു സെക്ടർ തന്നെയാണ്. അതുകൊണ്ട് ബജാജ് ഫൈനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ജെയിൻ ഇറിഗേഷനാണ്. ഇറിഗേഷൻ സിസ്റ്റത്തിലെ ഒരു ലീഡർ എന്ന് വിശേഷിപ്പിക്കാം. ജെയിൻ ഇറിഗേഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും DVR ആണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ കാൻഫിൻ ഹോംസ് ആണ്. ബജറ്റ് ഹോംസ് ഒക്കെ വരുന്നത് കാൻഫിൻ ഹോംസിനെ സംബന്ധിച്ച് വളരെ അധികം ഇൻവെസ്റ്റ്മെൻറ്റും വളരെയധികം റൈഡ് വരാൻ സാധ്യതയുള്ള വളരെയധികം ഓപ്പർച്യൂണിറ്റി ഒരു സെക്ടർ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ വിയടെക്, അതുപോലെ NBCC, ഹാവൽസ്, വണ്ടർല, പിഡിലൈറ്റ്, അതുപോലെ ബജാജ് ഫിനാൻസ്, ജെയിൻ ഇറിഗേഷൻ, കാൻഫിൻ ഹോംസ്, ഇത് ഒന്നുകിൽ ഒരു SIP മോഡൽ, അതല്ലെങ്കിൽ ഒരു 5 to 10 years ഇൻവെസ്റ്റ്മെൻറ്റിനും പുതുതായി ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇതൊരു വലിയ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന ഒരു 5 to 10 years എന്ന് പറയുമ്പോൾ ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറും ഈ സ്റ്റോക്കിൻ്റെ വരുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യണം. വളരെയധികം സാധ്യതയുള്ള ഒരു സെക്ടറാണ് ഈ സ്റ്റോക്ക് എല്ലാം പരിഗണിക്കുമ്പോൾ. ഞാൻ അങ്ങനെ ഒരു സെലക്ട് ചെയ്ത സെക്ടറാണ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഈ സ്റ്റോക്കൊക്കെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. 2014 നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വിപണിക്ക് നല്ല വർഷമായിരുന്നു. നിക്ഷേപകർക്കും വലിയ നേട്ടങ്ങൾ വിപണിയിൽ നിന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. 2015 സമാന സാധ്യതകളാണ് ഉള്ളത് എന്നാണ് ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചത്. അതിനനുസൃതമായ ചില സ്റ്റോക്കുകളാണ് ഈ എപ്പിസോഡിൽ ശുപാർശ ചെയ്തത്. 2015 വിപണിക്കും ഒപ്പം തന്നെ നിക്ഷേപകർക്കും പ്രേക്ഷകർക്കും നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.